أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം നമ്മളിലേക്ക് സമാഗതമാകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ഒരു അവസരത്തിൽ കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കുവൈറ്റ് അതിൻ്റെ എല്ലാ ഘടക യൂണിറ്റുകളുടെയും അടിസ്ഥാന കീഴിൽ ഒരു റമദാൻ സന്ദേശം വളരെ ചുരുങ്ങിയ രീതിയിൽ കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും വന്നെത്തിയതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മൾ ഏതാണ്ട് റജബ് മുതൽ നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു. റമദാനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ റജബും വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഏതാണ്ട് ഇവിടം വരെ എത്തി. ഇനി അങ്ങോട്ട് റമദാനിലേക്ക് നമ്മളെ അള്ളാഹു എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റമദാനിനെ കുറിച്ച് ഒരു ക്ലാസ് എന്ന് കേട്ടപ്പോൾ ആ റമദാനിനോടുള്ള മുഹബ്ബത്ത് കൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ആ മുഹബ്ബത്തിനെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ റമദാനിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ സമീർ സാഹിബുണ്ട്. സമീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം തദബ്ബറുൽ ഖുർആൻ എന്നുള്ള ഒരു വിഷയത്തെ അഗാധമായിട്ട് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ നമ്മളുടെ KGയുടെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം മദ്രസയുടെ പ്രിൻസിപ്പൽ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇസ്സ ഇല്ലാ ഫീ തആതിഹി വലാ സഅദത ഇല്ലാ ഫീ റിളാ വലാ നഈമ ഇല്ലാ ഫീ ദിക്രിഹി الذي إذا أوتي شكره وإذا عصي تاب وغفر والذي إذا دعي أجابه وإذا استعيذ به أعاذه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം റമദാൻ ഖുർആൻ്റെ വാർഷികം എന്നാണ്. രണ്ട് തലക്കെട്ടിലാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ടാമത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടും. നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ മുനീർ സാഹിബ് ഓതി വെച്ചു. നോമ്പ് എന്ന പദം അല്ലെങ്കിൽ റമദാൻ എന്ന പദം എത്ര തവണയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്? എത്ര തവണ? ഒറ്റ തവണ. നോമ്പ് എന്താണ് എന്നും അതിൻ്റെ ഫിഖ് എന്താണ് എന്നും അത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നും അത് എന്തിനാണ് എന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും എല്ലാം കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് സൂറത്തുൽ ബഖറയിലാണ്. 183 ആയത്ത് മുതൽ 187 വരെയുള്ള 5 ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരാമർശം നടത്തിയിട്ടുള്ളത്. പിന്നീട് വേറെ ഖുർആനിലെ ഏത് ഭാഗത്ത് അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ നോമ്പിന് ഒരു ശരീരമുണ്ട്, അതിനൊരു ആത്മാവുണ്ട്. അതെന്താണ് ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെലിറ്റൻ, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ട രൂപം. ഒരു നിശ്ചയ സമയത്ത് തുടങ്ങുക, ഒരു നിശ്ചയ സമയത്ത് അത് അവസാനിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഭക്ഷിക്കരുത്, കുടിക്കരുത്, ഇണയുമായുള്ള ശാരീരിക ബന്ധം പാടില്ല. അങ്ങനെ പ്രധാനമായി 3 കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഇതാണ് നോമ്പ്. അപ്പോൾ അള്ളാഹു നോമ്പിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണമെങ്കിൽ ഈ ആയത്തിന് അവസാനത്തെ രണ്ടക്ഷരം ഈ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന പദം ചേർക്കാതെയും ആ ആയത്ത് ഉണ്ടാക്കാമായിരുന്നു. അതില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെ മുമ്പ് വന്നു പോയ സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരായി. പക്ഷെ ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നോമ്പ് എന്നതൊരു പുതിയ ഇബാദത്തല്ല. നമ്മുടെ മുമ്പ് വന്നിട്ടുള്ള സമൂഹങ്ങൾക്കും അത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്നത് നിങ്ങൾക്ക് തഖ്വ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ഗുണം അത് വളർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ലഅല്ലക്കും തത്തഖൂൻ എന്ന രണ്ട് പദം ചേർത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തത്തഖൂൻ എന്നുള്ള ഭാഗം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നോമ്പിൻ്റെ അനുഷ്ഠിക്കേണ്ട വിധങ്ങൾ അവിടെ വന്നു, നിർബന്ധം അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതോ നിശ്ചയസമയം മുതൽ ഒരു നിശ്ചയസമയം വരെ അന്നവും പാനീയങ്ങളും ഇണയുമായുള്ള ശാരീരിക ബന്ധം പാടില്ല എന്ന് പറയാൻ ആയിരുന്നുവെങ്കിൽ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അഥവാ ഇതായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ അവസാനത്തെ ഭാഗമായ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പിൻ്റെ നിയമത്തെക്കുറിച്ച് മാത്രമല്ല, അതിൻ്റെ ഫിഖ്ഹി വശം മാത്രമല്ല, പക്ഷേ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പിൻ്റെ ശരീരം മാത്രമല്ല, അതിനൊരു ആത്മാവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എങ്ങനെ നിർവഹിക്കണമെന്ന് മാത്രമല്ല, അത് നിർവഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാകേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് ലഅല്ലക്കും എന്നുള്ള വാക്ക്. ഖുർആനിൽ ഒരുപാട് പദങ്ങളുണ്ട്. ലഅല്ലക്കും, ലി എന്ന് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പദങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, ഒക്കെ പോയി കഴിഞ്ഞാൽ വിശാലമായ വിഷയമായി പോകും. അപ്പോൾ നോമ്പിൻ്റെ ആത്മാവാണ് ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് ലഅല്ലക്കും തത്തഖൂൻ? നോമ്പും ഈ തത്തഖൂൻ തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ അറബിയിൽ തത്തഖൂൻ എന്ന പദം വരുന്നത് ഇത്തിഖാ എന്ന പദത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പദമാകട്ടെ വിഖായ എന്ന വാക്കിൽ നിന്നുമാണ് വരുന്നത്. എന്നർത്ഥം എന്താ? നമ്മൾ സാധാരണ ഇത്തഖുല്ലാ എന്നോ അല്ലെങ്കിൽ തത്തഖൂൻ, ഇത്തഖുല്ല എന്തായാലും അർത്ഥം എന്താ? നമ്മൾ പറയും അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക. സത്യത്തിൽ ഈ വിഖായ എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പറയുമ്പോൾ അതിലത്തെ ഖീ എന്ന വാക്കുണ്ടല്ലോ, അത് വരുന്നത് വിഖായയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും പറയാം, പടച്ചവനെ നീ എന്ത് വേണം? വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ അദാബിൽ ഞങ്ങളെ സംരക്ഷിക്കണം. അപ്പോൾ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തത്തഖൂൻ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ സംരക്ഷിക്കുക എന്നാണ്, അല്ലാതെ ഭയക്കുക എന്നല്ല. നിങ്ങൾ ഭയം കാരണം ചെയ്യുന്ന പ്രവൃത്തിയാണ് തഖ്വ. ഭയം കാരണം ചെയ്യുന്ന പ്രവൃത്തിയാണ് തഖ്വ. കള്ളൻ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട് പൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ. നമ്മൾ വണ്ടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. അതെന്തിനാണ്? സ്വന്തത്തെ വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടുന്ന പരിപാടി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? തഖ്വ ഉള്ളത് കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ സ്വന്തത്തിനെ നാളെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും കാത്ത് കൊള്ളാൻ, സംരക്ഷിക്കാൻ വേണ്ടി, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ തഖ്വയുള്ളവൻ എപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അപകടം പിടിച്ച വഴിയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ എങ്ങനെയാണോ സ്വന്തത്തെ രക്ഷിച്ചെടുത്തുകൊണ്ട് കാലിൽ മുള്ളു തറക്കാതെ അല്ലെങ്കിൽ വേറെ എന്താ ജീവനമോ ചവിട്ടാതെ ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യൻ കടന്നു പോവുക, അതിനാണ് വാസ്തവത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ഇനി മനുഷ്യനിക്ക് രണ്ട് കാര്യങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്ന് അവൻ്റെ ആവശ്യങ്ങൾ, നീഡ് എന്ന് പറയും, അത് അവനക്ക് ആവശ്യമായ കാര്യമാണ്. രണ്ടാമത് അവൻ്റെ ആഗ്രഹങ്ങൾ, വാണ്ട് എന്ന് പറയും. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവൻ പ്രയത്നം. മൃഗങ്ങളെ പോലെ, മൃഗങ്ങൾക്ക് വിശപ്പുണ്ടാവും,
അപ്പോൾ അവർ വിശപ്പിന് വേണ്ടി മാറ്റാൻ വേണ്ടി ആ മൃഗം എന്ത് ചെയ്യും, പ്രയത്നിക്കും. അതുപോലെ മനുഷ്യനും വിശപ്പ് മാറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആഗ്രഹങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പോകും. പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, വെള്ളം എല്ലാം മനുഷ്യൻ്റെ എന്താണ്, ആഗ്രഹമാണ്, ആവശ്യമാണ്. അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്, നീഡ് എന്ന് പറയും. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങൾക്കാണ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ് എന്ന് പറയും. എന്നാൽ ആഗ്രഹങ്ങൾ നിർബന്ധമായും ആവശ്യമുള്ള സംഗതിയല്ല. അതില്ലെങ്കിലും ഒരു മനുഷ്യന് യാതൊരു പ്രയാസവും കൂടാതെ ജീവൻ നിലനിർത്താൻ സാധിക്കും, ജീവിക്കാൻ കഴിയും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് വലിയൊരു ഭവനത്തിൻ്റെ ആവശ്യമില്ല. ചോരാത്ത, സൗകര്യത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സംരക്ഷിതമായിട്ടുള്ള ഒരു അടച്ചുറപ്പുള്ളൊരു വീടുണ്ടായാൽ അത് അവൻ്റെ നീഡാണ്, ആവശ്യമാണ്. പക്ഷെ അവൻ്റെ ആഗ്രഹം എന്താണ്, 2 or 3 തലയുള്ള അല്ലെങ്കിൽ 5-6 റൂമുള്ള എന്നൊക്കെ പറയുമ്പോൾ അതാണ് ആഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നീഡും വാണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലായി. അപ്പം മനുഷ്യ ശരീരം എന്നത് 2 അസ്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. ഒന്നെന്താണ്, നഫ്സ്, അതാണ് അവൻ്റെ ഭൗതിക ശരീരം. രണ്ടാമത്തത് ആത്മാവ്, അതാണ് അഥവാ അവൻ്റെ റൂഹ് എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നഫ്സിൽ നിന്നാണ്. മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ ഘടകം അതാണ് അവൻ്റെ ആവശ്യങ്ങൾ, നീഡുകൾ, അല്ലാതെ ആഗ്രഹങ്ങളല്ല. എന്നാൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ പ്രാധാന്യം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ നഫ്സിൻ്റെ ആവശ്യവും ആഗ്രഹങ്ങളും തമ്മിൽ വ്യത്യസ്തപ്പെടുത്താൻ കഴിയാത്ത വണ്ണം മലിനമാകാറുണ്ട്. അള്ളാഹു എന്താണ് ചെയ്തത്? നോമിലേക്ക് വരാം. കുറച്ച് സമയത്തേക്ക് അള്ളാഹു നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തടഞ്ഞു വെച്ചു, കുറച്ച് നേരത്തേക്ക് മാത്രം. അന്നവും പാനീയങ്ങളും അതോടൊപ്പം തന്നെ ഇണചേരുക എന്ന ശാരീരിക ആഗ്രഹവും 30 ദിവസത്തേക്ക് അള്ളാഹു തടഞ്ഞു വെച്ചു. നോമ്പ് സമയത്ത്, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇല്ല, പ്രശ്നമില്ല. അപ്പോൾ ചുട്ടുപോകുന്ന ചൂടത്ത്, ആ ചൂട് കാലത്ത് മനുഷ്യൻ നോമ്പ് നോക്കുമ്പോൾ ഏകദേശം വൈകുന്നേരം 3-4 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ശാരീരിക ആവശ്യം അവനക്ക് വെള്ളം വേണമെന്നത്, അത് അവൻ നഫ്സിൻ്റെ ആവശ്യം. ആ വെള്ളം അവനക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം, ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അവൻ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ആരാ യുദ്ധം ചെയ്യണത്? നിങ്ങളുടെ ആത്മാവാണ്, റൂഹാണ്. നോമ്പുകാരനാണ്, ശരീരത്തിൻ്റെ ആവശ്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം, അതുവരെ അടങ്ങ്, ചെയ്യല്ല, അള്ളാഹുവിനെ ഭയക്ക് എന്ന് നമ്മളെ ഉപദേശിക്കുന്ന നമ്മളുടെ റൂഹാണ്. അപ്പോൾ നിങ്ങൾ ശരീരത്തിനോട് പറയുന്നു, നീ എന്തൊക്കെ പറഞ്ഞാലും മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ ക്ഷമിച്ചേ പറ്റൂ, ഒരു തുള്ളി വെള്ളം ഞാൻ തരില്ല. റൂഹ് നമ്മളെ നഫ്സിനോട് പറയും. അപ്പം നിങ്ങളുടെ ആമാശയം നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നു, എന്നിട്ടും നിങ്ങൾ കുലുങ്ങാതെ മനസ്സുകൊണ്ട് പറയുന്നു, ഇല്ല, ഈ വിശപ്പ് സഹിച്ചേ മതിയാകൂ, കാരണം ഞാൻ നോമ്പുകാരനാണ്. അപ്പം ആരാണ് നിങ്ങളുടെ ശരീരത്തോട് ഇത് പറയുന്നത്? അതാണ് നിങ്ങളുടെ ആത്മാവ് അഥവാ റൂഹ്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, എൻ്റെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും മുന്നിൽ എനിക്ക് അള്ളാഹുവിനോടുള്ള ഭയമാണ് കൂടുതൽ. നിങ്ങളുടെ നഫ്സിൻ്റെ ആവശ്യത്തിൻ്റെ മുകളിൽ റൂഹിൻ്റെ ആവശ്യം കീഴപ്പെടും. രണ്ടിനും ആവശ്യങ്ങളുണ്ട്, പക്ഷേ റൂഹിൻ്റെ ആവശ്യം നഫ്സിൻ്റെ ആവശ്യത്തിൻ്റെ മുകളിൽ വരുമ്പോൾ നിങ്ങളുടെ നഫ്സ് എന്ത് ചെയ്യുന്നു? നിയന്ത്രിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ 30 ദിവസവും നിങ്ങൾ വാസ്തവത്തിൽ തഖ്വയിൽ ജീവിക്കുകയാണ്. അപ്പോൾ എന്താണ് തഖ്വ? അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ നിന്നും വിട്ടു നിൽക്കുകയും എന്നിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുകയും. എന്തിന്? സ്വന്തത്തെ നാളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി. ഈ 30 ദിവസവും നിങ്ങളുടെ ഉറക്കത്തിലും ഉണർവിലും എല്ലാം നിങ്ങൾ തഖ്വ ജീവിക്കുകയായിരുന്നു, അള്ളാഹുവിനോടുള്ള അനുസരണമായിരുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അള്ളാഹുവിന് വേണ്ടി 30 ദിവസം നാം മാറ്റിവെക്കുന്നു. അള്ളാഹു നമുക്ക് പ്രായോഗികമായി കാണിച്ചു തരികയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. എന്ത്? എനിക്ക് വേണ്ടി, എൻ്റെ പ്രീതിക്ക് വേണ്ടി 30 ദിവസം നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച മനുഷ്യ, നിനക്ക് ഏത് സാഹചര്യത്തിലും എന്നെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നിന്റെ ഏത് ആവശ്യവും
ഏത് ആഗ്രഹങ്ങളും ഏത് പ്രകോപനങ്ങളും അതിജീവിക്കാൻ നിനക്ക് സാധിക്കും. അത് നീ തെളിയിച്ചതാണ്, നീ സ്വയം തെളിയിച്ചതാണ് റമദാൻ മാസത്തിൽ. അപ്പം അള്ളാഹു പറയും, നിങ്ങൾ പട്ടിണി കിടക്കേണ്ട. ബാക്കിയുള്ള മാസത്തെ വിഷയത്തെക്കുറിച്ച് അള്ളാഹ് പറയണം, നിങ്ങൾ പട്ടിണി കിടക്കേണ്ട, ദാഹിച്ച് വലയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റേണ്ടത് എന്നും അള്ളാഹ് പറയുന്നില്ല. പക്ഷെ എന്താ അള്ളാഹ് പറയേണ്ടത്? അള്ളാഹു ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, നോമ്പ് കഴിഞ്ഞുള്ള 11 മാസം നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഹലാലായ വഴിയിലേക്ക് തിരിച്ചു വിടുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. കാരണം റമദാൻ മാസത്തിൽ മറ്റു മാസങ്ങളിൽ ഹലാലായ സംഗതികൾ നിങ്ങൾക്ക് ഹറാമാണ്. നോമ്പ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം ഹറാമാണ്, വെള്ളം ഹറാമാണ്. എന്നാൽ നോമ്പ് കഴിഞ്ഞാൽ ഒന്നും, അപ്പം ഹലാലായ കാര്യത്തിന് അള്ളാഹു ഹറാമാക്കുകയാണ്. അപ്പോൾ ഹലാലായ കാര്യങ്ങൾ പോലും സ്വന്തത്തിനോട് ഹറാമാക്കിയ നിങ്ങൾക്ക് ബാക്കി 11 മാസവും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്താ ബുദ്ധിമുട്ട്? അത് അള്ളാഹ് നമ്മളോട് സ്വയം തെളിയിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ രൂപത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നത് നോമ്പിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് വാസ്തവത്തിൽ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതിൻ്റെ ചെറിയ ഒരു എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് സത്യവിശ്വാസികളും എന്ത് വേണം? നോമ്പിന് ഒരു ലക്ഷ്യമുണ്ട്. നോമ്പ് കേവലം പട്ടിണി കിടക്കലല്ല, അന്നവും പാനീയവും ഉപേക്ഷിക്കുന്നത് വഴി അള്ളാഹു നമുക്ക് ഒരു മഹത്തായ പാഠം കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ചില ആൾക്കാർ പറയേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ ഓരോ രീതികളെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള വിശ്വാസികൾ പറയും മുസ്ലിമായി ജീവിക്കാൻ വല്ലാത്ത പാടാണ്. പണ്ടൊരു കഥ പറയാറുണ്ട്, സാധാരണ വീട്ടിൽ വന്നിട്ടുള്ള ഒരു കീഴ്ജാതിക്കാരനെ വിളിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കും, തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അദ്ദേഹം തൊപ്പിയൊക്കെ ഇട്ട്, അന്ന് ഇസ്ലാമിൽ കൂടി എന്നാ പറയാം, തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒക്കെ സഹിച്ച മൂപ്പര്. പക്ഷേ ഈ സുബൈക്കുള്ള ആ തണുപ്പത്തുള്ള എണീച്ചിട്ടുള്ള നിസ്കാരമുണ്ടല്ലോ, അത് ഉംറാക്കളെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് സമയത്താണ് അടുത്ത ആഴ്ച നോമ്പ് ആരംഭിച്ചു. ആദ്യത്തെ ദിവസം നോമ്പ് കൊണ്ടുവരുന്ന അവസാനം മൂപ്പരെന്ന് പറഞ്ഞ്, ഉംറാക്കളെ തൊപ്പിതാ, ഇത് ഇന്നെ കൊണ്ട് പറ്റില്ല ഈ പണി. തൊപ്പി പോലി വെച്ചു കൊടുത്തു. എന്നിട്ട് മൂപ്പര് പഴയ ജീവിതത്തിലേക്ക് പോയി. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായ സംഗതികളെല്ലാം ധാരണ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണിച്ചതാണ് റമദാൻ മാസത്തിൽ ഒരു പ്രശ്നമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ തന്നെ മറ്റേത് മാസം നോമ്പ് നോക്കണേക്കാൾ സുഖം. എല്ലാവരും ഒരേ ആത്മാവ്. നോമ്പുകാരനാണ് എന്ന് നാം സ്വയം നമ്മോട് തന്നെ പറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. സാധാരണ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ചിന്ത എന്താ, വീട്ടിൽ പോയിട്ട് കാര്യം എടുത്ത് കഴിക്കണം എന്നാണ്. അതുകൊണ്ട് വയറെ കൊച്ചപാടുണ്ടാക്കും. പക്ഷേ ഇത്തവണ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ബേജാറൊന്നുമില്ല. കാരണം വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാങ്ങിക്കൊടുത്താൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ട് വയറും ഒച്ചപാടുണ്ടാക്കൂല. അതുകൊണ്ടാണ് നോമ്പ് കാലത്ത് ഇത്ര സുഖം. അപ്പോൾ ഈ 30 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നമുക്കൊരു മുത്തഖിയാവാൻ സാധിച്ചില്ല എങ്കിൽ വളരെ സങ്കടത്തോട് പറയട്ടെ, നമുക്ക് വാസ്തവത്തിൽ 30 ദിവസത്തെ പട്ടിണി മാത്രമേ ബാക്കി ഉണ്ടാവൂ. ബാക്കിയുള്ള ഒരു സംഗതിയും നമുക്ക് ഉണ്ടാവുകയില്ല. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത് പറയാൻ പോകുന്ന സംഗതി ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ മാസം നിങ്ങൾ ഒരുപാട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ പല ഭാഗത്തു നിന്ന് കേൾക്കും. പല നസീഹത്തുകളും പല ക്ലാസ്സുകളിലും മർഹബന റമദാൻ പരിപാടികളിലൊക്കെ റമദാനെ കുറിച്ചിട്ടും തഖ്വനെ കുറിച്ചിട്ടും നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ചിട്ടും ഖിയാമുൽ ലൈലിനെ കുറിച്ചിട്ടും തറാവീനെ കുറിച്ചിട്ടും ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടും ഖുർആനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ദാനധർമ്മങ്ങളെ കുറിച്ചും ഒരുപാട് ധാരാളം നമ്മൾ കേൾക്കാൻ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്. ഇത് വാസ്തവത്തിൽ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 1.5 മണിക്കൂർ പറഞ്ഞാലേ എവിടെ എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കുന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അടുത്ത വ്യാഴാഴ്ച വേണമെങ്കിൽ നമ്മളുടെ പ്രസിഡൻ്റൊക്കെ അനുവാദം തരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടി കൂടാം. എനിക്കത് വിരോധമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ച് പറയണ്ടേ. അപ്പോൾ
റമദാൻ മാസം വാസ്തവത്തിൽ എന്താണ്? ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ്. അള്ളാഹുമായുള്ള നിങ്ങളുടെ കണക്ഷൻ്റെ ഭാഗമായിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയാണ്. 2 തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ശുദ്ധീകരണം. അതാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം. അതുപോലെ തന്നെ മറ്റു തസ്കിയത്തുണ്ട്. നേരത്തെ പറഞ്ഞത് തസ്കിയത്തുൽ ഖുലൂബ്. രണ്ടാമത്തെ തസ്കിയത്ത് പറഞ്ഞാൽ തസ്കിയത്തുൽ ഉഖൂൽ, അതായത് ബുദ്ധിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയുടെ ശുദ്ധീകരണം. അതിലേക്കാണ് ഞാനിന്ന് ഫോക്കസ് ചെയ്യണത്. ഹൃദയത്തിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധാരാളം കേൾക്കും. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട് നമ്മളുടെ അക്കലിൻ്റെ ശുദ്ധീകരണമാണ്. അത് ഖുർആനിൽ കൂടെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിച്ച് നോക്കാം. ഓക്കെ, വളരെ മനോഹരമായൊരു സംഗതിയാണ്. കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാത്തിഹ 1ാമത് സൂറത്താണ് അല്ലേ? സൂറത്ത് നാസ് പറഞ്ഞാൽ 114ാമത്തെ സൂറത്താണ്. ഈ ഒരു തീരുമാനം വാസ്തവത്തിൽ റസൂലുള്ളാഹിയോ അല്ലെങ്കിൽ സഹാബത്തോ എടുത്ത ഒരു തീരുമാനമല്ല. ഫാത്തിഹയുടെ ക്രമം ഒന്നായിരിക്കണമെന്നും 2ാമത്തെ ബഖറ ആവണമെന്നും 3ാമത്തെ സൂറത്ത് ഏതാണ് നിസാ ആവണമെന്നും 4ാമത്തെ ആൽ ഇംറാൻ ആവണമെന്നും 5ാമത്തെ മാഇദ ആവണമെന്നും മറിയും. ഇത് ആള് തീരുമാനമല്ല. ഇത് സഹാബത്തിൻ്റെയോ പ്രവാചകൻ്റെയോ തീരുമാനമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, സൂറത്തുകളുടെ ഓർഡർ മാത്രമല്ല, അതിൻ്റെ ആയത്തുകളും. സൂറത്തുൽ ബഖറയിൽ ആദ്യം വരേണ്ട ആയത്ത് അലിഫ് ലാം മീമാണ്, 2ാമത് വരുന്നത് ദാലിക്കൽ കിതാബുമാണ്. ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതുപോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ വിരലിൻ്റെ ഈ ഒരു എല്ല് ഇവിടെ തന്നെ വേണം എന്ന് നിശ്ചയിച്ച അള്ളാഹുവാണ്. ഈ എല്ല് കൊണ്ടുപോയിട്ട് ശരീരത്തിന് മറ്റൊരു ഭാഗത്തും അള്ളാഹു കൊണ്ട് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ സംഗതികളും അതാത് സ്ഥാനത്ത് നിർവഹിച്ചിട്ടുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ഹിക്മത്തുണ്ട്, ഒരു യുക്തി ഉണ്ട് എൻ്റെ പിന്നിൽ. അതിൽ യുക്തി എന്ന് പറഞ്ഞേക്കാൻ നല്ലത് വിസ്ഡം, ജ്ഞാനം എന്ന് പറയണം നന്നാവുക, അതുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മുഖത്ത് 2 കണ്ണുകൾ വെച്ച സ്ഥാനം, ആ സമയത്ത് 4 കാലികൾക്ക് കണ്ണ് വെച്ച സ്ഥാനം, പക്ഷികൾക്ക് കണ്ണ് വെച്ച സ്ഥാനം, മീനിന് കണ്ണ് വെച്ച സ്ഥാനം, അത് ബൾജ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും അതാത് സ്ഥാനത്ത് വെച്ചതും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഖുർആനിൻ്റെ സൂറകളുടെ ക്രമവും അത് കറക്റ്റ് സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുവച്ചിട്ടുള്ളത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, റമദാൻ എന്ന് പറഞ്ഞ പദം ഞാൻ പറഞ്ഞു ഖുർആനിൽ ഒരു തവണ വന്നിട്ടുണ്ട്. ആ പൂർണ്ണമായ റമദാനിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നത് 5 ആയത്തിലാണ്. അള്ളാഹ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂറത്ത് റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് ഇറക്കാമായിരുന്നു. എന്നിട്ട് ഈ 5 ആയത്തുകൾ മാത്രം അതിൽ വെച്ച് കൊടുത്താൽ മതി അല്ലേ? സൂറത്തുൽ കൗസറിൽ 3 ആയത്തുള്ളൂ, സൂറത്തുൽ അസ്റിൽ 3 ആയത്തുള്ളൂ. അതുപോലെ ഒരു സൂറത്ത് റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് ഉണ്ടാക്കുകയും അതിൽ വേണമെങ്കിൽ ഈ 5 ആയത്ത് വെക്കാമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു തആലക്ക്. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തില്ല? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചു റമദാൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള സംസാരം വരേണ്ടത് ഖുർആനിലെ 2ാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിൽ, അതും 1, 2, 3, 4, 5, 10, 100 ആയത്തിലല്ല, 183ാമത്തെ ആയത്തിൽ വന്ന് പറഞ്ഞാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഹുക്മുണ്ട്, ഒരു ഹിക്മത്തുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. അതെന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിങ്ങനെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്താണ് എന്നും, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളിൽ നിന്നും ഈ ഒരു പ്രത്യേക മാസത്തെക്കുറിച്ചുള്ള സംസാരം സൂറത്തുൽ ബഖറയുടെ 183ാമത്തെ ആയത്തിൽ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് യുക്തി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് സൂറത്തുൽ ബഖറയെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. എന്തിനെല്ലാം കുറിച്ചാണ് സൂറത്തുൽ ബഖറ പരാമർശിക്കുന്നത്.
അത് പറഞ്ഞേക്കാൻ മുമ്പേ മറ്റു സംഗതി പറഞ്ഞ അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ച് നോക്കി, നിങ്ങൾ റസൂലുള്ളാഹിക്ക് ഖുർആൻ അവതരിപ്പിക്കേണ്ട 23 കൊല്ലം കൊണ്ടാണ് അല്ലേ? നമ്മളുടെ കയ്യിലുള്ള ഖുർആന് റസൂലുള്ളാഹിക്ക് ഏത് ഓർഡറിലാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ ഓർഡർ പ്രകാരമല്ല നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആന്. ആ ഓർഡർ വേറെ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ആവട്ടെ പൂർണ്ണമായിട്ടും വേറൊരു ഓർഡറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, 17-ാമത്തെ സൂറത്തിലെ 106-ാമത്തെ ആയത്തിൽ, വഖുർആനൻ ഫറഖ്നാഹു ലിതഖഅ അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. ഇത് ഘട്ടം ഘട്ടമായിട്ട് ഭാഗമായിട്ട് ഞാൻ അവതരിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ സംഗതിയെക്കുറിച്ച് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവാചകർക്ക് ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ഒരു മിഷൻ, 23 വർഷത്തെ ഒരു ദൗത്യം, ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണത്? വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒറ്റവാക്കി പറഞ്ഞാൽ, എല്ലാ സംഗതികളും സമ്മറൈസ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്താ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ദൗത്യമായിരുന്നു. അതെന്താ? നിങ്ങൾക്ക് കാബാലയത്തിലെ വിഗ്രഹങ്ങളെല്ലാം മാറ്റി വിശുദ്ധ കാബാലയം വീണ്ടും സത്യവിശ്വാസികൾക്ക് ഇബാദത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക, ശുദ്ധീകരിച്ച് കൊടുക്കുക. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ മിഷൻ. ആ മിഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ബദറും ഉഹുദും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നത്. എന്നിട്ട് ആ ഒരു പ്രധാനപ്പെട്ട മിഷൻ മക്ക ഫതഹ് അവസാനിച്ചോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. പ്രവാചകരെ, ജനങ്ങൾ കൂട്ടം ഇസ്ലാമിലേക്ക് വരും. ഇനി ആരും ഭയക്കൂല ജനങ്ങൾ. ഇനി ആളുകൾ ഇതിനെ പഠിച്ചുകൊണ്ട് കൂട്ടം കൂട്ടായിട്ട് വരും. അതാണ് ഏറ്റവും മഹത്തായ വിജയവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രവാചകരെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് പാപമോചനം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. അവനെല്ലാം പൊറുക്കുന്നവനാണ്. ഈ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സഹാബത്തുകൾ എന്നുകൊണ്ട് ഒരാളുകളിൽ നിന്ന് വിതുമ്പി കരയാ. ആ ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ പ്രവാചകന്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണെന്ന്. മറ്റ് സഹാബത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ മിഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. ആ മിഷൻ നടപ്പിലാക്കാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ച് കൊണ്ട് വ്യത്യസ്ത ഭാഗത്തുള്ള വ്യത്യസ്ത ആയത്തുകളും വ്യത്യസ്ത സൂറത്തിന്റെ ഭാഗത്തുള്ള പല ഘട്ടമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കും. അത് അന്ന് അങ്ങനെ പറ്റും. കാരണം റസൂലുള്ളാഹിക്ക് ഒരു മിഷൻ ഉണ്ട്. ഇന്ന് നമുക്കൊരു മിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ച പോലത്തെ രൂപത്തിലല്ലാതെ നമ്മൾ ഇന്ന് ഖുർആന് ഈ ഒരു രൂപത്തിൽ പാരായണം ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇനി ലോകം അവസാനിക്കുന്നത് വരെ തന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ആളുകൾ ജനിക്കുന്നത് മുസ്ലിമായിട്ടല്ല, മറ്റ് വിശ്വാസത്തിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചു വരുന്നതാണ്. പക്ഷേ ആ കാലഘട്ടം മാറി ഇന്നുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് തന്നെ ജനിച്ചു വീഴുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കിതാബ് രൂപത്തിലുള്ള ഖുർആന്റെ റോള് മാറിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ മിഷൻ മാറി. ഇപ്പൊ എല്ലാവരും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇസ്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ വിഷനും മിഷനും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ ജീവിതത്തിൽ ഖുർആൻ ഒരു സ്പെസിഫിക് റോൾ ഉണ്ട്. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വമുണ്ട്. ആരാണത്? മുസ്ലിം ഉമ്മ. ഏതുപോലെ? സ്വാതന്ത്ര്യം നേടിയ ഒരു നാടിനെ പോലെ നമുക്കും ഒരു പേരുണ്ട്
അല്ലേ? പല നാടുകളും അവർ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതുപോലെ നമ്മൾക്കും ഒരു ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ട്. മുമ്പ് കാലത്ത് മറ്റ് ലോകങ്ങൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ പിന്നീട് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അംഗീകരിച്ചിട്ടൊരു സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ അന്ന് മുസ്ലിം ഉമ്മത്തിനെ അംഗീകരിക്കാത്ത കാലഘട്ടത്തിൽ മാറി ഇന്ന് മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു അസ്തിത്വം നമുക്കുണ്ട്. രണ്ട് ഘട്ടങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഖുർആന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് മുസ്ലിമിനെ നേർവഴി കാണിക്കുക എന്ന റോളാണ്. നേരത്തെ റോൾ എന്തായിരുന്നു? പ്രവാചകന്റെ മിഷനിന് സഹായിക്കാൻ രൂപത്തിലുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ അടുത്ത് ഒരാൾ സംശയം ചോദിച്ചു വന്നാൽ ആയത്തിറങ്ങി. യസ്അലൂനക മഹീദി പറഞ്ഞു കൊടുത്ത പ്രവാചകൻ ഏതാ? വേറെ കൂട്ടുന്ന റസൂലിന്റെ കാര്യം പറയുന്നു. അള്ളാഹ് പറയുന്നു കുൽ, പറഞ്ഞു കൊടുത്താളെ. ഖൗല എന്ന് പറഞ്ഞ ആൾ വന്ന് പറയുന്നു എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. റസൂൽ ആൾ പറയാണ്, റസൂലുള്ള പറഞ്ഞു കൊടുത്താളെ ഖസമി അല്ലാഹു ഖൗലതു തുജാദിലുക ഫീ സൗജിഹാ, അള്ളാഹ് കേട്ടിരിക്കുന്നു. അത് പ്രവാചകൻ വ്യത്യസ്ത കാലത്ത് കൂടെ ആ പ്രവാചകന്റെ മിഷൻ സഫലീകരിക്കാൻ വേണ്ടി വ്യത്യസ്ത ഘട്ടമായിട്ട് അവതരിക്കപ്പെട്ട ഖുർആന് ഇന്ന് ആ ഖുർആന്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉമ്മത്തിനെ വഴി കാണിക്കുന്ന റോളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തന്നെ ഹിക്മത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചൊരു സംഗതി, ഇനി മുസ്ലിം ഉമ്മത്ത് ഈ മുസ്ഹഫ് കയ്യിലെടുത്ത് ഓതാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമത്തെ സൂറത്താവുന്നത് ഫാത്തിഹയാണ്. ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, റബ്ബേ നീ എനിക്ക് സന്മാർഗം കാണിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുകയാണെന്ത്? സൂറത്തുൽ ബഖറ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ ഡിസൈൻ. ഇനി ഈ ഒരു വിഷയത്തെ ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിൽ, ഒരു വിദ്യാഭ്യാസപരമായി നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മളുടെ ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ ഖുർആനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി കൊണ്ട് വേറെ സംഗതി കിട്ടും. ആ വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ഇതിൻ്റെ ആമുഖം നിങ്ങൾക്ക് പറയുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ സംസാരിക്കാം. അതിൻ്റെ സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏത് രാജ്യം എടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾ ഏത് രാജ്യം നോക്കിയാലും ആ രാജ്യം ചെയ്യുന്ന വ്യക്തമായ ഒരു പണിയുണ്ട്. അതിൻ്റെ വരും തലമുറയെ, കുട്ടികളെ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരെ ട്രാൻസ്ഫോം ചെയ്തെടുക്കും, ഭാവി പൗരന്മാരായിട്ടെടുക്കും. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് കേട്ട രക്തം തിളക്കുന്ന രൂപത്തിലുള്ള ഒരു ആത്മാഭിമാനവും ഒരു എന്താ പറയുക ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒക്കെ ഉള്ള ഒരു ജനതയായിട്ട് മാറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്കും എനിക്കും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വികാരം വരുന്നത്. ആ സമയത്ത് അപ്പുറത്ത് ഇറാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വികാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇറാനുകൾക്ക് ഉണ്ടാവും, നമുക്കുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇന്ത്യ മഹാരാജ്യം? തുടക്കത്തിൽ ആര്യന്മാരുണ്ടായിരുന്നു, പിന്നീട് അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഹൈബർവാസ് കയറി വന്ന്, പിന്നീട് ഗസ്നി കൂട്ടറൊക്കെ വന്ന്, പിന്നെ കുറേ കാലം മുഗളന്മാർ ഭരിച്ചു. അത് കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് അങ്ങനെ അവർ രാജ്യം പിടിച്ചടക്കി. അങ്ങനെ എന്തുണ്ടായി, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എതിർക്കാൻ തുടങ്ങി. അവസാനം ഇവരെ ഈ നാട് കടത്തിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഈ മാർഗത്തിന് വേണ്ടി ത്യജിച്ചു. അങ്ങനെ അവസാനം നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാവിനെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും പല ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഉണ്ടാവും. അത് വർഷത്തിൽ ഒരിക്കലാണ് വരിക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പരിപാടി അറിയോ? നമ്മുടെ ദസ്തൂർ എന്താ? മുസ്ലിം ഉമ്മത്തിൻ്റെ, ഞാൻ ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യം പറയുന്നത്, രാജ്യത്തിൻ്റെ അല്ല. മുസ്ലിം ഉമ്മത്തിനെ അങ്ങനെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ചരിത്രമാണ് പറയുക, അല്ലേ? കുട്ടികളെ, വരും തലമുറയെ വാർത്തെടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ആരൊക്കെയാണ് ഈ മാർഗത്തിൽ ഷഹീദായതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഏതൊക്കെ യുദ്ധങ്ങളാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ.
നിങ്ങൾ ഈ ഉമ്മത്ത് ആയത് പെട്ടെന്ന് സുപ്രധായതല്ല. നിങ്ങളും ഈ രൂപത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവസാനമാണ് നിങ്ങൾക്ക് ഉമ്മത്ത് മുസ്ലിമ അല്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദ് എന്ന പേര് കിട്ടിയത്. നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന ഏതാ? വിശുദ്ധ ഖുർആനാണ് ആ ഭരണഘടന. ആ ഭരണഘടന അവതരിപ്പിക്കപ്പെട്ട മാസം ഏതാണ്? റമദാൻ മാസമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഒരു ഡേ അല്ല, ഒരു മാസമാണ് ആഘോഷിക്കാനുള്ളത്. സത്യവിശ്വാസികൾക്ക് ഭരണഘടന ലഭിച്ച മാസമാണ് റമദാൻ മാസം. ആ മാസമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആഘോഷിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞേക്കാൻ മുമ്പേ, 186-ാമത്തെ ആയത്ത് പറഞ്ഞേക്കാൻ മുമ്പേ ആദ്യം തന്നെ നമ്മൾ ചോദിച്ച ദുആക്ക് ഉത്തരം തന്നു. ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് അല്ലാഹ് പറഞ്ഞു, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്നിട്ട് അല്ലാഹ് പരിചയപ്പെടുത്തുന്ന ആരാരോ സത്യവിശ്വാസികളാണ്. എന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സത്യവിശ്വാസി പരിചയപ്പെടുത്തി ചരിത്രം പറയാണ്. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർക്ക് പറഞ്ഞു കൊടുത്താലും ശരി, പ്രവാചകൻ ഇല്ലെങ്കിൽ ശരി, വിശ്വസിക്കാൻ പോകുന്നില്ല. അവരെന്താണ്? കാഫറുകളാണ്, വിശ്വസിക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞു, എന്താ? ഖാലു ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവരെ കുറിച്ചാണ് കുറച്ച് കോംപ്ലക്സ് ആയ രൂപത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത്. മനോഹരമായ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. മുഅ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് നേർക്ക് നേരെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു, വലിയ പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് കാഫിറിനെ കുറിച്ച് പറയുമ്പോൾ നേർക്ക് നേരെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ മൂന്നാമത്തെ കൂട്ടരായ മുനാഫികളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയി കൊണ്ടാണ് ഖുർആൻ കൈകാര്യം ചെയ്തത്. കാരണം പുറത്ത് വിശ്വാസവും ഉള്ളിൽ വേറെ സാധനം. ഇത് ഏതിൽ പെട്ടാന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം കടന്നു പോയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്റെ കൂടെയുള്ള അനുയായികൾക്ക് ഈ ആയത്തുകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് പോലും സംശയപ്പെട്ടു, ഞാൻ മുനാഫിക്കിൽ പെട്ടതാണോ അല്ലേ എന്ന സംശയമാണ് അവർക്ക് വരുന്നത്. ഇത് പറഞ്ഞു വെച്ചുകൊണ്ടാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ചെയ്യുന്ന പരിപാടി. എന്താ അറിയോ? ഫസ്റ്റ് പരിപാടി എന്താ? ഏത് ചരിത്രമാണ് പറഞ്ഞത്? സൂറത്തുൽ ബഖറ അല്ല, ആദം അലൈഹിസ്സലാം ചരിത്രം. ആദം അലൈഹിസ്സലാം ചരിത്രം പറഞ്ഞത്. ആ ആദം അലൈഹിസ്സലാം ചരിത്രം പറയുമ്പോൾ നേർക്ക് നേരെ ഇബ്ലീസായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരേ ഒരു മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. വേറെ അതായത് തുറന്ന ശത്രു, അദൂകൻ, നേർക്ക് നേരെ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിനെ ഒരുപാട് പരീക്ഷിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല, പെട്ടുപോയി. പക്ഷേ അള്ളാഹുവിനോട് തൗബ ചെയ്തു, വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കയറി വന്നു. രണ്ടാമത്തെ കൂട്ടരായിരുന്നു ആദം അലൈഹിസ്സലാം. കണ്ടി പിന്നെ ആരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ കഥ, ചരിത്രം? ബനി ഇസ്രായേലിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് എന്താ? മദനി സൂറത്താണ്. അതായത് ഹിജ്റക്ക് ശേഷം അവതരിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ മദനി സൂറത്തിൽ ഈ പറയുന്ന കാഫറുകളെയും കുറിച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ കൂടെ ഓടുന്ന എന്താ? ആരെ കുറിച്ചിട്ടാണ് അവർ മനസ്സിലാക്കുക? സഹാബത്തുകളെ കുറിച്ചിട്ട്, ഞങ്ങളാണ് വിശ്വാസികൾ. രണ്ടാമത് കാഫറുകളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവർ മനസ്സിലാക്കുക? ഞങ്ങൾ ഏത് നാട് വിട്ടാണോ പോകുന്നത് ആ നാട്ടിലെ സർവ്വ ആൾക്കാരാരാണ്? കുഫാറുകൾ. മുനാഫിഖിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ല. ആലോചിച്ച് നോക്കണം. മുനാഫിഖിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ പരസ്പരം നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിൽ ആരാ മുനാഫിഖ്? ഒരു പിടി കിട്ടുന്നില്ല. പുറത്ത് വേറെ ഉള്ളിൽ വേറെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിക്കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നത്. രണ്ടാമത് പറഞ്ഞ ചരിത്രം ആരംഭിച്ചിട്ടാണ്? ബനി ഇസ്രായേലിനെ കുറിച്ചിട്ടാണ്.
ബനി ഇസ്രായേലിനെ കുറിച്ച് ചരിത്രം പറയുമ്പോൾ ഫസ്റ്റ് ആയത്തോളം എന്താ പറയുക നമുക്ക്? യാ ബനി ഇസ്രായേൽ യദ്കുറൂ നിഅമത്തല്ലത്തി അൻഅംതു അലൈക്കും ഊഫൂ ബിആയത്തി. അതായത് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായിരുന്നു ആര്? ബനി ഇസ്രായേലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഖിബലയായിരുന്നു ജെറുസലം. ആലോചിക്കണ്ട, ഇത് ശരിക്കും മനസ്സിൽ വെക്കണം. പിന്നെയാണ് നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റ് അറിയാം എന്താണെന്നുള്ളത്. ശ്രേഷ്ഠമായ സമൂഹമായിരുന്നു ആര്? ബനി ഇസ്രായേൽ. അവരെ ഒരുപാട് പരീക്ഷിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഒരിക്കലും അവർ എന്ത് ചെയ്തിട്ടില്ല? തൗബ ചെയ്യുകയോ അള്ളാഹുലേക്ക് മടങ്ങുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ വാക്കിൽ പറഞ്ഞ വിഷയങ്ങളാണ്. ഞാൻ ജസ്റ്റ് സൂചന എന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ. ധിക്കരിച്ചു. ധിക്കാരം എത്തോളം എന്നാൽ പ്രവാചകന്മാരെ പോലും അവർ വകവെത്തുകയായിരുന്നു. അങ്ങനെ അവര് ഒന്നിനും കൊള്ളാത്തൊരു സമൂഹമായി മാറിയപ്പോൾ അത് ആ ഭാഗം കഴിഞ്ഞ് ഉടൻ തന്നെ അള്ളാഹ് ആരംഭിക്കുകയാണ്. ഇദ്ബ്തലാ ഇബ്രാഹിം ബികലിമാത്തിൻ ഫതമുന്ന. ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആരൊന്നും? ആദം അലൈഹി ഇസ്ലാം, പിന്നെ ബനി ഇസ്രായേൽ, പിന്നെ ആരാ ചരിത്രമാണ്? ഇബ്രാഹിം അലൈഹി ചരിത്രമാണ്. ആദം അലൈഹി ഇസ്ലാം പരീക്ഷിക്കപ്പെട്ടു അല്ലേ? തോറ്റു. പക്ഷെ വീണ്ടും തൗബ ചെയ്തു. റബ്ബനാ വലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നകൂന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങി. ബനി ഇസ്രായേൽ ആ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആവട്ടെ മനോഹരമായി കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചു, വിജയിച്ചു. അപ്പൊ അല്ലാഹ് പറഞ്ഞു ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ. ആ ഭാഗത്താണ് റമദാനിനെ കുറിച്ചിട്ടുള്ള പരാമർശം വരുന്നത്. ശഹ്റു റമദാൻ ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഇന്ന് ഇൻ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഖൈർ ഉമ്മത്താണ് നിങ്ങൾ. അപ്പുറത്ത് ആരെ കുറിച്ച് പറഞ്ഞു? ബനി ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു. എന്താ? വന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ആ സ്റ്റാറ്റസ് എടുത്തു മാറ്റിയിട്ട് മുസ്ലിം ഉമ്മത്തിന് കൊടുത്തുകൊണ്ട് പറയാൻ ഇൻ കുൻതും ഖൈർ ഉമ്മ, നിങ്ങളാണ് ഖൈർ ഉമ്മ. അവർക്ക് കൊടുത്ത ചെങ്കോൽ ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഖിബലയാണ് കഅബ, നിങ്ങളുടെ ദസ്തൂറാണ് ഖുർആൻ. അവരുടെ ദസ്തൂർ എന്തായിരുന്നു? തൗറാത്തായിരുന്നു. ഖുദൂ ബി ഖുവ്വത്തി എന്നൊക്കെ പറഞ്ഞ അല്ലാഹു മുറുകെ പിടിക്കുന്നത്. ആര് പിടിക്കണ്? അത് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്രന്ഥം മാറ്റി, പ്രവാചകൻ വേറെ വന്നു, ദിശ മാറ്റി കാവയിലേക്കാക്കി തന്നു, ഗ്രന്ഥം വേറെ തന്നു. എന്നിട്ടോ പുതിയ ഒരു സമൂഹത്തിന് രൂപം നൽകി പറഞ്ഞു ഉമ്മത്ത് മുസ്ലിമാണ് നിങ്ങൾ. എന്താണ് ഉമ്മത്തൻ വസതൻ? അത് എത്രാമത്തെ അറിയോ? എത്രാമത്തെ ഖുർആനിലെ സൂറത്തുൽ ബഖറ 286 ആയത്താ. അതിന്റെ പകുതി എത്രയാണ്? 143. അതാണ് ഈ ആയത്ത്. മധ്യമ സമൂഹമായിട്ട് മാറ്റി. അപ്പൊ സൂറത്തുൽ ബഖറയിൽ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ റമദാനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? അതെന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒറ്റ കഥകൾ സൂചിച്ചാൽ പറയട്ടെ. മുനാഫിഖിനെ കുറിച്ച് പറയുന്ന ഭാഗം 8ാമത്തെ ആയത്ത് മുതൽ 16ാമത്തെ ആയത്ത് വരെ. ഈ 8ാമത്തെ ആയത്ത് മുതൽ 16ാമത്തെ ആയത്തിൽ മുനാഫിഖിനെ കുറിച്ച് പറഞ്ഞ സർവ്വ സ്വഭാവത്തെ കുറിച്ചിട്ടും ബനി ഇസ്രായേലിന്റെ ചരിത്രം ഏകദേശം 100 ആയത്ത്, ഏകദേശം 70-80 ആയത്തുകൾ ബനി ഇസ്രായേൽ പറയുന്നുണ്ട്. ആ പറഞ്ഞ എല്ലാ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ ഈ 8 ആയത്തുകൾ വേറെ നിലക്ക് അവിടെ ഓർമ്മിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്തിട്ടാണ്. നിങ്ങൾ പുറമെ ആരുമില്ല, നിങ്ങൾ മുനാഫിഖാന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത്, നമ്മൾ പറയുകയാണെങ്കിൽ ഖുർആൻ ശഹ്റു റമദാൻ. അപ്പം 183ാമത്തെ ആയത്തായിട്ട് റമദാനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവച്ചത് ബോധപൂർവം വെച്ചുള്ളതാണ്.
അത് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ പറഞ്ഞ 3 സമൂഹത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണ് ഉണ്ടായത് മനസ്സിലാക്കി പിന്നീട് നമുക്കുണ്ടാവുന്ന കൂറ് ആരോടാന്നുള്ളതാണ്. ആ കൂറുണ്ടാവേണ്ടത് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും ഈ ഗ്രന്ഥത്തോടുമാണ്. ആ കൂറ് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പറയുന്നത്. നമ്മുടെ മക്കളെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയോട് കൂറുണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യയുടെ കൊടി എന്ന് പറഞ്ഞാൽ അതിനോടൊക്കെ ഒരു ആത്മാർത്ഥം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ കൂറുണ്ടാവേണ്ട ആരോടാണ്? അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അവൻ്റെ ഗ്രന്ഥത്തോടുമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 ചരിത്രങ്ങൾ പറയുകയും ആ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നും അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നിങ്ങളെന്താണ് എന്നും എന്നിട്ട് നിങ്ങൾ ആരോടാണ് കൂറ് കാണിക്കേണ്ടത്? അള്ളാഹുവിനോടും പ്രവാചകനോടാണ്. ആ സംഗതി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഹജ്ജിൻ്റെ വിഷയമാവട്ടെ, തലാഖിൻ്റെ വിഷയമാവട്ടെ, ഉമ്മയുടെ കാര്യമാവട്ടെ, പലിശയുടെ കാര്യമാകട്ടെ, നിങ്ങളുടെ മറ്റേ സദക്കയുടെ കാര്യമാകട്ടെ, യത്തീങ്ങളുടെ കാര്യമാവട്ടെ, മറ്റേ ഇദ്ദയുടെ കാര്യമാവട്ടെ തുടങ്ങിയുള്ള ഒരുപാട് വിശകലനങ്ങൾ പിന്നെ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 8 ആയത്തുകളും ബനി ഇസ്രായേലുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ക്ലാസ് നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഒരുപാട് ക്ലാസ്സുകളും പരിപാടികളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് വളരെ പുതിയ ഒരു അനുഭവമാണ് ഷമീർ സാഹിബിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത്. ആദ്യമായിട്ട് അർഹമുറാഹിമായ നാഥൻ അദ്ദേഹത്തിന് കൂടുതൽ ഈ കാര്യത്തിൽ റിസർച്ച് നടത്തി സമൂഹത്തിന് നല്ല വെളിച്ചം നൽകാൻ ബുദ്ധിയും വിവേകവും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ പുതിയ വായന നടത്താൻ, കാലികമായി പഠിക്കാൻ. കാരണം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഖുർആൻ അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തതഫക്കറൂൻ, ലഅല്ലക്കും തഫഹമൂൻ, ലഅല്ലക്കും തദക്കറൂൻ, ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നവരായേക്കാം, നിങ്ങൾ മനനം ചെയ്യുന്നവരായേക്കാം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ കാലികമായി ഖുർആനെ അപഗ്രഥിക്കുകയും പഠിക്കുകയും നൂതനമായ രീതിയിൽ ഖുർആനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരനുവാദമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് സോഴ്സുകൾ വിശുദ്ധ ഖുർആനെ പഠിക്കാനുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഖുർആൻ്റെ വക്താക്കളാൻ ശ്രമിക്കുക. അർഹമുറാഹിമായ നാഥൻ നമുക്ക് ഈ ഒരുമിച്ച് കൂടൽ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.